പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനാമിക ഏതായാലും ആദർശിനെയും ചന്തുമോളെയും വെച്ചുകൊടുത്തിന് അനന്തപുരിക്കാർക്കെതിരായിട്ട് നല്ല എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അനാമികക്ക് കട്ട സപ്പോർട്ടായിട്ട് അഭിയും ജലജയും ജാനകിയൊക്കെ കൂടെ ഉണ്ടാവും. ഏതായാലും ഇവിടെ നിന്ന് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അനാമിക ഏതായാലും തന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കും. അനാമിക ഒരുങ്ങിക്കെട്ടി താഴേക്ക് വരുന്നതും കണ്ടുകൊണ്ട് തന്നെ ജാനകി ചോദിക്കുന്നത്, അല്ല മോളെ, നീ അതിരാവിലെ തന്നെ എങ്ങോട്ടേക്ക് പോവാന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറഞ്ഞത്, അത് പിന്നെ അമ്മേ, എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് പോകണം. എന്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് കുറച്ച് ദിവസമല്ലോ, അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി പോവാണെന്ന് പറയും. പിന്നെ ആ നന്ദു എസ് ആയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു സമാധാനമില്ല, അവളുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനാമിക പോകാൻ തുടങ്ങുന്നത്. ആ സമയത്തിന് ജാനകി പറഞ്ഞിട്ട്, മോളെ സൂക്ഷിച്ചു കണ്ടൊക്കെ നടക്കണം കേട്ടോ. നന്ദു എസ് ആയതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മോളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പിന്നെ എൻ്റെ മോൾ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും മോള് പോയിട്ട് പെട്ടെന്ന് വാ, തിരികെ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ജാനകി അനാമിക അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ജാനകിയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്ഥിരതാമസത്തിന് വേണ്ടിയിട്ട് പോകുന്നല്ല, എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നടത്തിയെടുക്കാനുണ്ട്, ഞാൻ അത് നടത്തിയെടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഈ വീട്ടിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. തിരികെ ഇവിടെ വന്നിട്ടും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ അനാമിക പോകുന്നത്. അങ്ങനെ അനാമിക സ്വന്തം വീട്ടിലേക്ക് അതിരാവിലെ തന്നെ കയറി ചെല്ലുന്നതും കണ്ടുകൊണ്ട് തന്നെ രേവതിക്കും വേണുവിനും ആകെ ടെൻഷനായിരിക്കും. വേണു വന്ന് ചോദിക്കുന്നത്, അല്ല മോളെ, നീ എന്താ അതിരാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത്? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അനിയുമായിട്ട് നീ എന്തെങ്കിലും വഴക്കിട്ടോ? അതോ ഇനി ആ SI നന്ദു നിന്നെ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായൊക്കെ ഇങ്ങനെ നിർത്താതെ 100,000 ചോദ്യങ്ങൾ ചോദിക്കാട്ടെ വേണു. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, ഞാനും അനുവും തമ്മിൽ വഴക്ക് കൂടുന്നത് അത് സ്ഥിരമായിട്ടുണ്ടാവുന്ന കാര്യമില്ല, അതിൽ ഇത്ര വലിയ പുതുമൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പം ഞാൻ വന്നത് ഏതായാലും അതിനൊന്നുമല്ല. അതിരാവിലെ തന്നെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഏതായാലും അവരെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗോൾഡൻ അവസരം തന്നെയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതെങ്ങാനും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നമ്മൾ തന്നെയായിരിക്കും. അപ്പൊ രേവതി ചോദിക്കുന്നത്, എന്താ മോളെ നീ ഇങ്ങനെ വളച്ചു കെട്ടി സംസാരിക്കുന്നത്? എന്താണെങ്കിലും തെളിച്ചങ്ങ് പറയാന്ന് പറയുന്ന സമയത്തിന് അനാമിക പറയും, അമ്മേ, ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, ആ ചന്തുമോളുടെ കാര്യം തന്നെയാണ്. ആ ചന്തുമോൾ അനന്തപുരിയിലെ പേരക്കുട്ടിയാണെന്നുള്ള കാര്യം അറിയാലോ. ആദശേട്ടന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന കാര്യം ആദശേട്ടൻ പോലും അത് അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നെ ആ സത്യം നമ്മൾ മാത്രം അറിഞ്ഞിട്ട് ഇങ്ങനെ രഹസ്യമായിട്ട് മൂടി വെച്ചാൽ പോരല്ലോ. ആ രഹസ്യം ഏതായാലും ഇനി പുറലോകമൊന്ന് അറിയണം. ഈ ഒരു വാർത്ത അറിയുന്നതോടുകൂടെ തന്നെ ആദശേട്ടനും അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടുകാർക്കൊക്കെ ആകെ മാനക്കേടാവും. അതുകൊണ്ട് അവരെ മാനസികമായിട്ട് തളർത്താൻ പറ്റിയ നമ്മുടെ കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു ആയുധമാണിത്. ഇത് നമ്മൾ പരമാവധി നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണം. ഏതായാലും ആദർശേട്ടന് കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ അവിഹിതത്തിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്തിയിട്ട് അതിലൊരു കുഞ്ഞുണ്ട് എന്ന കാര്യം എല്ലാവരും അറിയണം. ഇത് ഞാനാണ് പരസ്യപ്പെടുത്തിയത് എന്നുള്ള കാര്യം ആരും അറിയരുത്. ഈ ഒരു കാര്യം പുറത്തു അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ടാണെങ്കിൽ പോലും അബി ഒരിക്കലും ഇത് തുറന്നു പറയുന്നില്ല. അബിയേട്ടൻ ഇത് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഇത് പുറലോകത്തെ അറിയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞാനാണ് ഇത് ലീക്ക് ഔട്ട് ആക്കിയത് എന്നുള്ള കാര്യം എങ്ങാനും അനന്തപുരിക്കാരറിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ ഒരിക്കലും പിന്നെ എന്നെ അവിടെ വെച്ചേക്കില്ല. അനന്തപുരിക്കാർക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും അവിടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ ഒരിക്കലും എന്നെ അവിടെ വാഴിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ വിവരം ഏതായാലും എനിക്ക് എല്ലാവിധ മീഡിയാസിനെയും അതുപോലെ തന്നെ മഞ്ഞപത്രക്കാരെയൊക്കെ അറിയിക്കണം. ഒരിക്കലും ഞാനാണ് ഈ ഒരു വാർത്ത ലീക്ക് ഔട്ട് ആക്കിയത് എന്നുള്ള കാര്യം ആരും അറിയാനും പാടില്ല. എൻ്റെ ശബ്ദം മാത്രം പുറത്തു വരുന്ന രീതിയിൽ ഈ ഒരു വാർത്ത ഏതായാലും ഞാൻ ഫ്ലാഷ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്തിന് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കട്ടെ വേണു രേവതി സംസാരിക്കുന്നത്. വേണു പറഞ്ഞിട്ട്, അതേതായാലും ഒരു നല്ല കാര്യം തന്നെയാണ് മോളെ. ഇത്ര കാലം അഹങ്കാരം മൂത്രല്ലേ അനന്തപുരിക്കാരൊക്കെ നടക്കുന്നത്. അവർ വലിയ പത്രാസുകാരാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നടക്കുന്നത്. ഇത്തരം വൃത്തികേടുകളെല്ലാം തന്നെ അനന്തപുരി തറവാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതെങ്ങനെ പുറം ലോകം അറിയണല്ലോ. നമുക്ക് ഏതായാലും ഇതൊരു ആഘോഷമായി എടുക്കണല്ലോ മോളെ എന്നൊക്കെ പറയട്ടെ വേണു. ഏതായാലും ഈ ഒരു കാര്യം അറിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ബുദ്ധി തോന്നിയില്ല. ഇപ്പോൾ നിനക്ക് ഏതായാലും ഈ ബുദ്ധി തോന്നിയല്ലോ, നീ എൻ്റെ മകൾ തന്നെയാണെന്ന് തെളിയിച്ചു, വീണ്ടും തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞുകൂടെ തന്നെ ഭയങ്കര അഭിമാനം തോന്നിപ്പോവാട്ടോ വേണുവിന്. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അച്ഛൻ എന്നെ സഹായിക്കണം, ഇതെങ്ങനെ മീഡിയക്കാരെ അറിയിക്കും, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്ന സമയത്തിന് വേണു പറഞ്ഞിട്ട്, അതിനെന്താ മോളെ, എനിക്ക് പരിചയമുള്ള ഒരാൾ മീഡിയയിലുണ്ട്, അയാൾ വഴി നമുക്ക് ഏതായാലും ഈ ന്യൂസ് എല്ലാ മീഡിയയിലൂടെയും അറിയിക്കാം. അങ്ങനെ വേണു ഏതായാലും മീഡിയയിൽ വർക്ക് ചെയ്ത ആ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അറിയിക്കുന്നതോടുകൂടി തന്നെ അനാമികയെ കൂട്ടിക്കൊണ്ട് തന്നെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അനാമികയെ കൂട്ടിക്കൊണ്ട് വേണു ഏതായാലും ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, മീഡിയക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള കൃത്യമായിട്ട് മറുപടി പറയുന്നത് അനാമികയായിരിക്കും. നിങ്ങൾക്ക് എന്താ മീഡിയസിനോടൊക്കെ പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അനന്തപുരി തറവാട്ടിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും അനാമിക മീഡിയക്കാരോടങ്ങ് തുറന്നു പറയാണ്. അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ അവിടേതല്ലാത്ത രീതിയിൽ ഒരു കുഞ്ഞു കയറി വന്നിട്ടുണ്ട്.
എന്നാൽ അത് പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മൂർത്തി ജ്വല്ലറിനെ ബാധിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിന് അത് അവരെല്ലാവരും ചേർന്ന് മറച്ചു പിടിച്ച് നടക്കുവാണ്. അത് മറ്റാരുടെയും കുഞ്ഞല്ല, അനന്തപുരിയിലെ കൊച്ചുമോന്റെ കുഞ്ഞ് തന്നെയാണ്. മൂർത്തി ജ്വല്ലറീസിന്റെ ഒക്കെ എം ഡി ആയിട്ടുള്ള ആദർശവാനായ ആദർശിന്റെ കുഞ്ഞ് തന്നെയാണ്. മൂർത്തി ജ്വല്ലറി എന്ന സാമ്രാജ്യം മുഴുവൻ അയാളുടെ കാൽക്കീഴിലാണ്. അതുകൊണ്ട് ഈ വിവരം എങ്ങാനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂർത്തി ജ്വല്ലറിയെ ബാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ആരും തന്നെ അറിയാതെ അവരിങ്ങനെ മറച്ചു പിടിച്ച് നടക്കുന്നത്. അത് അവിടെ മൂർത്തി ജ്വല്ലറിയിലെ ആദർശിന്റെ കുഞ്ഞാണ്. അത് ആദർശം സമ്മതിച്ചു കഴിഞ്ഞു. ആദർശിന് വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായി ആ അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ് ആ ചന്തുമോള്. മൂർത്തി ജ്വല്ലറിയുടെ സകല കാര്യങ്ങളും ആദർശിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ആ ആദർശാണ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പെണ്ണിനെ അതിവിദഗ്ധമായിട്ട് വഞ്ചിച്ച് അതിലൊരു കൊച്ചുമുണ്ടാക്കിയിട്ട് ഇപ്പോൾ ആ കൊച്ചിനെ ആരും അറിയാതെ അനന്തപുരി തറവാട്ടിൽ താമസിപ്പിച്ചിരിക്കുക. അനാമികയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് മീഡിയക്കാർക്കെല്ലാം തന്നെ അത് വളരെയധികം സന്തോഷമായിരിക്കും. കാരണം അവരാണെങ്കിൽ അനന്തപുരി തറവാട്ടുകാർക്കെതിരെ എന്തെങ്കിലും ഒരു പഴുത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മീഡിയക്കാർ അത് നല്ല രീതിയിൽ തന്നെ ആഘോഷമാക്കും. ഏതായാലും അനന്തപുരി തറവാടിന് മൂർത്തി ജ്വല്ലറിക്കുമെതിരെ ഇങ്ങനൊരു ന്യൂസ് ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ അതെന്തായാലും അവരുടെ സോഷ്യൽ മീഡിയക്ക് നല്ല റീച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ ഒരു വീഡിയോസ് അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ അനന്തപുരി തറവാടിനോട് കൂറുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഇതൊരിക്കലും ഈ ഒരു ന്യൂസ് ഒരിക്കലും ഫ്ലാഷ് ആക്കി ഇങ്ങനൊരു ന്യൂസ് ഫ്ലാഷ് ആക്കുന്നതിന് മുൻപേ തന്നെ അവിടെയുള്ള മൂർത്തി സാറോട് നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കണം. ഈ ഒരു വാർത്ത കേട്ട അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ഒന്നുകൂടി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടോ അയാൾ. ഇതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ഇതെങ്ങാനും നമ്മൾ ഫ്ലാഷ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അനന്തപുരിക്കാർ പ്രതികരിക്കാന്നൊന്നും പറയാൻ പറ്റും. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ഒന്നുകൂടി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത് ഫ്ലാഷ് ആക്കിയാൽ പോലെ എന്നിങ്ങനെ അയാൾ ചോദിക്കുന്ന സമയത്ത് തന്നെ മറ്റേ ആൾ പറയുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീഡിയാസ് എന്ന് പറയുന്നത് അതിനുള്ളത് തന്നെയല്ലേ. നമുക്കൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമ്മൾ ഫ്ലാഷ് ആക്കണം. പിന്നെ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിച്ചോളും. നമുക്ക് ഏതായാലും നമ്മളുടെ ഡ്യൂട്ടി ചെയ്യും. ഇങ്ങനെ അനന്തപുരിക്കാർക്കെതിരായിട്ട് ഇങ്ങനെ ധൈര്യമായിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്തിൽ അതിലെന്തായാലും സത്യം കാണുമെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിന് മീഡിയക്കാരേതായാലും ഈ ഒരു ന്യൂസ് ഫ്ലാഷ് ആക്കാൻ വേണ്ടി തീരുമാനിക്കും. എന്നാൽ അനന്തപുരിക്കാരെ ഒത്തിരിയധികം സപ്പോർട്ട് ചെയ്യുന്ന ഇയാൾക്ക് ഒരിട്ടും തന്നെ സഹിക്കുന്നില്ലട്ടോ അനാമികയുടെ വാക്കെല്ലാം. ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്തിന് അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവാണ്. എന്നിട്ട് അവിടെയുള്ള മീഡിയാസിനെ ആരെയും അറിയിക്കാതെ ഈ വിവരമെല്ലാം തന്നെ അവർ നേരെ ആദർശനും അതുപോലെ തന്നെ മുത്തശ്ശനൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട്. അനാമിക വന്നിട്ട് മീഡിയക്കാരുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ സഹിതമായിരിക്കട്ടോ അയാൾ നേരെ മുത്തശ്ശനെയും ആദർശനെയും അറിയിക്കുന്നു. എന്നാൽ അനാമിക ഇത്ര കാലം തന്റെ കുടുംബത്തിൽ തന്റെ വീട്ടിൽ നിന്നിട്ട് പോലും തങ്ങളോട് ഇത്രമാത്രം വലിയൊരു കൊടും ചതി ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് മീഡിയക്കാരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ന്യൂസ് ഫ്ലാഷ് ആക്കിയോ എന്നൊക്കെ ചോദിക്കും. ഇത് നിങ്ങൾ പുറത്തു വിട്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്തിന് അയാൾ പറയുന്നുണ്ട്, ഇല്ല ഇതുവരെ ലീക്ക് ഔട്ട് ആക്കിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ എഡിറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും എന്നെ കൊണ്ട് തടഞ്ഞു നിർത്താനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ കൈക്കുള്ളിൽ ഒതുങ്ങാത്ത കേസായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ വേഗം മൂർത്തി സാറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞത് എന്നൊക്കെ പറയുന്നിട്ട് അയാൾ. അന്നേരം മുത്തശ്ശൻ പറഞ്ഞിട്ട്, നിങ്ങൾ കേട്ട ആ ന്യൂസ് എല്ലാം ഫേക്ക് ന്യൂസ് ആണ്. ഏതായാലും ഇത് നന്ദുവിനെ കൊണ്ട് നമുക്ക് തടയിപ്പിക്കും. അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് എങ്ങാനും പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂർത്തി ജ്വല്ലറിയുടെയും അതുപോലെ തന്നെ ആദർശിന്റെയും തകർച്ചയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഈ ഒരു ന്യൂസ് എങ്ങാനും ഫ്ലാഷ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് അനന്തപുരിക്കാർക്ക് ഒരിക്കലും മായ്ക്കാനാവാത്ത വലിയൊരു ചീത്തപ്പേര് തന്നെ ആയിരിക്കും. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് ഒരിക്കലും ഫ്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേതായാലും ഈ കാര്യം നമുക്ക് നന്ദുവിനെ തന്നെ ഏൽപ്പിക്കാം. നന്ദുമോളെ ഏൽപ്പിച്ചാൽ പിന്നെ ഒരിക്കലും അനന്തപുരി തറവാടിന് യാതൊരുവിധ കോട്ടം തട്ടാതെ ഈ ഒരു കേസ് ഏതായാലും അവൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഏതായാലും ഈ ഒരു കേസ് നേരെ നന്ദുവിനെ ഏൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട്, ആദർശേട്ടാ മുത്തശ്ശനോട് ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞോളൂ. കാരണം മുത്തശ്ശനാണ് എനിക്ക് ഈ നാട്ടിൽ ജോലി വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കടപ്പാടും സ്നേഹം എനിക്കും എന്നും മുത്തശ്ശനോടുണ്ടാകും. ഈ ഒരു ന്യൂസ് ഒരിക്കലും ആരും അറിയാത്ത രീതിയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ അനാമികയല്ലേ ഇതെല്ലാം ചെയ്തു വെച്ചത്. അവൾക്ക് ഏതായാലും ഞാൻ 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി മണിച്ചിത്ര താഴ്ത്തായിരിക്കും ഞാൻ അവളെ പൂട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നന്ദു ഏതായാലും ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടെ അനാമികയോട്. നന്ദു ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് അതിൽ ഇടപെടുന്നുണ്ട് എന്ന് മാത്രമല്ല ആ ഒരു ന്യൂസ് ഒരിക്കലും ഫ്ലാഷ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനന്തപുരിക്കാരുടെ ഒത്തിരിയധികം വ്യക്തിവൈരാഗ്യമുള്ള അയാൾക്ക് ആ ന്യൂസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫ്ലാഷ് ആക്കണമായിരുന്നു. നന്ദു വന്നിട്ട് അത് തടയുന്നതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് അവിടെ വലിയ വിഷയമുണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള സൂപ്പറായിട്ടുള്ള എപ്പിസോഡ്, ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെ കേട്ടോ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും